അമ്മ ഇന്ന് എന്താ നമ്മള് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണേ? സ്പെഷ്യലായിട്ട് ഒരു കറുമുറു കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ളത് മകണ്ടാക്കാം. അവര് സ്കൂളിൽ നിന്ന് വരും. അതെയാ, അപ്പൊ ഞാൻ വീഡിയോയില് കാണാം അല്ലേ? ശരി, വീഡിയോയിൽ കാണാം. സ്നാക്സ് ഐറ്റം ആണ്. ആദ്യം നമ്മള് ചട്ടി ഒന്ന് അതിൽ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ ആദ്യക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഒന്ന് വറുത്തെടുത്ത് ഈ കളറാകുമ്പോൾ ഒന്ന് എടുക്കുക. പിന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മളെ മുന്തിരി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. മുന്തിരി ഇതാ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുന്തിരി ചൂടാക്കി നമ്മളിപ്പോൾ എടുത്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് അവിൽ 1 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് നാളികേരം ചിരകിയത് ഒന്ന് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചൂടാക്കണം. രണ്ടും കൂടി മിക്സാക്കി ചൂടാക്കിയിട്ട് എടുക്കണം. ഇതെന്താ വെച്ചാൽ നമുക്കൊന്ന് ഇതിനെ പൊടിക്കാണ്ട്, അപ്പോൾ അത് കാരണം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സിമ്പിളായിട്ടാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് അവർ നന്നായി കഴിക്കും. മൈദ ഒന്ന് ലൂസാക്കി നമുക്കൊരാവശ്യമുണ്ട് മൈദ കൊണ്ട്. അപ്പം മൈദ കുറച്ചെടുത്തിട്ട് അത് കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുക്കുക. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആക്കണം. ഒരു പശ പോലെ, പോസ്റ്റർ ഒട്ടിക്കുന്ന പശ പോലെ ആക്കുക. അപ്പോൾ നമ്മൾ അവിലും ഇതും ചൂടായി കഴിഞ്ഞു. ഇനി അതിനെ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അതിനെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടി അതിൽ മിക്സ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇതുപോലെ നമ്മൾ ശർക്കര ഇല്ലാത്ത കാരണം നമ്മൾ പഞ്ചസാര എടുത്തു. വേണ്ട, ഈ ഒരു ലെവലിൽ പൊടിച്ചെടുത്തു. ഞാൻ അതിൻ്റെ കൂടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൽ കൂടെ മിക്സ് ചെയ്തിരുന്നു. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇനിയാണ് നമ്മളുടെ ഐറ്റംസ് പപ്പടം. ആ പപ്പടത്തിൻ്റെ നടുക്ക് അത് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് ആ മൈദ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മൈദ ചുറ്റോറം ഇങ്ങനെ കനത്തിൽ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അത് നമ്മൾ എണ്ണയിലിട്ട് വറക്കാനുള്ളതാണ്. അപ്പോൾ വറക്കുമ്പോൾ അത് വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ കൊണ്ട് ഒന്ന് ഇതാക്കണം. അങ്ങനെ ആ ചട്ടി ചൂടാകാൻ തുടങ്ങി, എണ്ണ വന്നു. ഇനി ഇതാ നമ്മുടെ സാധനം മെയിൻ ഐറ്റംസ് വരാൻ പോകുന്നു കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പപ്പടം ഇഷ്ടമുള്ളവർക്ക്, കുട്ടികൾക്കാകുമ്പോൾ പപ്പടം എന്തായാലും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അത് കൂടെ ഒരു മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാനും പറ്റും നമുക്ക്. പപ്പടം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പപ്പടം മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരെണ്ണ മുരിഞ്ഞ് വരുന്നു, കണ്ടില്ലേ? രണ്ടാമത് ഇട്ടും. ഇതിപ്പോൾ ആ നന്നായി ഒട്ടിച്ച കാരണം അതൊന്ന് വിട്ട് വരുന്നില്ല. അങ്ങനെ 2 സൈഡ് നന്നായി മറിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാതും വെന്ത കാരണം പപ്പടം ഒന്ന് ഇതാവേ വേണ്ടുള്ളൂ കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഐറ്റം റെഡി. ഇതിനിങ്ങനെ ഓരോന്ന് ചുട്ടെടുത്ത് കണ്ടില്ലേ, പാകായി. ഭയങ്കര സിമ്പിളല്ലേ? ഇത് കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം, ലൈക്ക് ചെയ്യും വേണം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട്? അതാണ്.